നമസ്കാരം. ചുരുക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. പയ്യോളി നഗരസഭ ഖരമാലിന്യ പരിപാലന രൂപരേഖ പോസ്റ്റ് കൺസൾട്ടേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ നഗരസഭയ്ക്കായി തയ്യാറാക്കിയ ഖരമാലിന്യ പരിപാലന രൂപരേഖയുടെ അവതരണവും ചർച്ചയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് കൺസൾട്ടേഷൻ യോഗം 2025 ഒക്ടോബർ 25 ശനിയാഴ്ച 2 മണിക്ക് നഗരസഭ ഹാളിൽ ചേർന്നു. യോഗം നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാലന രൂപരേഖ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ആ യോഗമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇതിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള്, വിവിധ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾ, റെസിഡൻസി അസോസിയേഷൻ പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇവരെ ഉൾക്കൊള്ളുന്ന ഒരു വിങ്ങാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കേരളം ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഖരമാലിന്യ നിർമ്മാർജ്ജനം. അപ്പൊ അതിനോടനുബന്ധിച്ച് പല പ്രാവശ്യവും കേരള ഗവൺമെന്റ് നമുക്ക് താക്കീത് തന്നിട്ടുണ്ടെങ്കിലും സ്ഥലത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പദ്ധതി നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ. സ്ഥലപരിമിതികൾ നമ്മളെ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റുകൾ നമുക്ക് സ്ഥാപിക്കാതെ പോയത്. ഇതിന്റെ ഒരു വിശാലമായ യോഗം 22/7/2023 നമ്മുടെ സർക്കാരിൽ വെച്ച് ചേരുകയുണ്ടായി. അതിൽ ഉരുത്തിരിഞ്ഞ അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് രൂപരേഖ തയ്യാറാക്കി. ആ രൂപരേഖയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ചർച്ചയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ ഉദ്യമം വമ്പിച്ച വിജയപ്രദമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ അധ്യക്ഷയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഹരിദാസൻ സ്വാഗതവും അംഗീകരിക്കുന്നു. അതിന്റെ ചർച്ചയുമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പയ്യോളി നഗരസഭ ഖരമാലിന്യ പരിപാലന രൂപരേഖ അവതരണമാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികള്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള്, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു മീറ്റിംഗ് ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖരമാലിന്യം സംബന്ധിച്ചുള്ള ചർച്ചകളും നമുക്ക് ഉള്ള നിർദ്ദേശങ്ങളും അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. അപ്പൊ മറ്റു മേഖലയിലുള്ള ചർച്ചകൾക്കൊന്നും പ്രാതിനിധ്യം കൊടുക്കാതെ എന്താണ് ഖരമാലിന്യം എന്നുള്ള അവതരണം നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർ അവതരിപ്പിക്കും. അതായത് ഇത്തരത്തിൽ നഗരസഭയ്ക്ക് തയ്യാറാക്കുന്ന രൂപരേഖ വിവിധ മേഖലയിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരിക്കുന്ന സർക്കാരിയത്തിൽ വെച്ച് നടന്ന യോഗങ്ങളിൽ ഇതുപോലെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും അതിൽ നിന്നുള്ള കുറെ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു രൂപരേഖയാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ രൂപരേഖ അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതുമായി ചർച്ച ചെയ്ത്, അതായത് സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരമുള്ള 2016 കേരള ഖരമാലിന്യ പരിപാലന നിയമത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതുമായി ചർച്ച നടത്തി ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും രൂപരേഖയിൽ വെക്കുകയും അത് നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും നമ്മൾ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുക. SWMB ടെക്നിക്കൽ സപ്പോർട്ടിംഗ് കൺസൾട്ടൻസി സോഷ്യൽ എക്സ്പെർട്ട് ജെയ്സൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ ചട്ടത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചട്ടം നിഷ്കർഷിക്കുന്നതും പിന്നീട് വിവിധ കോടതികളുടെ നിർദ്ദേശപ്രകാരവും നമ്മുടെ എല്ലാ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം KSWMB എല്ലാ നഗരങ്ങൾക്കും വേണ്ടി, കേരളത്തിലെ എല്ലാ നഗരങ്ങൾക്കും വേണ്ടി ഇത്തരത്തിലൊരു ഖരമാലിന്യ പരിപാലന പ്ലാൻ തയ്യാറാക്കുകയാണ്, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഈ മാസ്റ്റർ പ്ലാൻ 25 വർഷം മുൻപോട്ട് കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ്. 25 വർഷത്തെ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയായിരുന്നു 2 വർഷം മുൻപ് നമ്മളൊരു കൂടിയാലോചന യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ യോഗത്തിൽ തന്നെ നമ്മൾ പങ്കെടുത്ത ആളുകളെ 4 ഗ്രൂപ്പുകളായി തരംതിരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈ ഒരു പ്ലാനിൽ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് 2023 മുതൽ 2048 വരെയുള്ള 25 വർഷത്തേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. ഇതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എല്ലാ 5 വർഷം വീതമുള്ള 5 ഘട്ടങ്ങളാണ്. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 2023 മുതൽ 2028 വരെയാണ്. ഈ 2023 പദ്ധതി ആരംഭിച്ചപ്പോൾ മുതൽ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ MCFRRF
അവരുടെ കുറച്ച് റിനോവേഷൻ വർക്കുകളും കുറച്ച് സാധനങ്ങൾ വാങ്ങിയതുമെല്ലാം കൂടി 20 ലക്ഷം രൂപയോളം ആയിരുന്നു ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. അതിൽ 14 ലക്ഷം രൂപ ഇപ്പം ചെലവഴിച്ചിട്ടുണ്ട്. ഈ KSWMB പദ്ധതിയുടെ ഭാഗമായി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ SWM പ്ലാനിൽ ആദ്യത്തെ 5 വർഷത്തേക്ക് 20 കോടി രൂപയാണ് നമ്മൾ ഈ പ്ലാനിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 8 കോടി രൂപയോളം KSWMB പദ്ധതിയുടെ ഭാഗമായി ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഒരു പദ്ധതിയുടെ ഒരു ഓവറോൾ കാര്യം. നമ്മുടെ പദ്ധതിയുടെ രേഖ ഏകദേശം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 5 സ്റ്റെപ്പായിട്ടാണ് ഈ പ്രസന്റേഷന് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഖരമാലിന്യ പരിപാലന രൂപരേഖ അല്ലെങ്കിൽ ഇതിന്റെ ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തേത് മാലിന്യ സംസ്കരണവും സ്ഥിതിവിവര കണക്കുകളും. മൂന്നാമത്തേത് നമ്മളിവിടെ ഒരു ക്വാണ്ടിഫിക്കേഷൻ, ബേസ് ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ സർവേ നടത്തിയിരുന്നു. അത് പ്രകാരമാണ് ഈ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ എത്രയാണ് പ്രതിദിനം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്നുള്ളതിന്റെ അളവ് തൂക്കങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. നാലാമത്തേത് നമ്മളിവിടെ പ്രീ കൺസൾട്ടേഷൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ 5 നമ്മള് പദ്ധതി നിർദ്ദേശങ്ങൾ. ഇങ്ങനെയാണ് ഈ ഒരു പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത്. നമ്മളുടെ ഒരു ഖരമാലിന്യ പരിപാലന പദ്ധതി രേഖ തയ്യാറാക്കുമ്പോൾ ഇത് കുറച്ച് ആസ്പെക്ടുകൾ കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പൊതുജനാരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കുറെ അധികം പ്രവർത്തികൾ. അതിനകത്താണ് നമ്മുടെ മാലിന്യങ്ങളുടെ കളക്ഷൻ എന്ന് പറയുന്നത്. മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവിടെയാണ് നമ്മൾ മാലിന്യങ്ങളെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുകയും അതിനെ ഡിസ്പോസൽ ചെയ്യുക എന്നുള്ള ഇത് പറയുന്നത്. പിന്നെ നമ്മൾ മാലിന്യങ്ങൾ നമുക്കറിയാം, അത് പലപ്പോഴും മാലിന്യങ്ങളുടെ എണ്ണം കൂടുന്നതോറും നമ്മുടെ സാമ്പത്തിക നിലയെ മോശമാക്കുന്നതാണ്. അപ്പൊ പിന്നെ മാലിന്യങ്ങൾ ഒരു റിസോഴ്സിനെ, നമ്മുടെ റിസോഴ്സ് മൊബിലൈസേഷനെ എല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും ഖരമാലിന്യ രൂപരേഖയിൽ അതിന്റെ ഒരു ഖരമാലിന്യത്തിന്റെ ഒരു ഹയറാർക്കിയാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് ഒരു മാലിന്യം, നമ്മളവിടെ സോഴ്സ് റിഡക്ഷനും റീയൂസുമാണ്. ഏറ്റവും താഴെ പറയുന്നത് ലാൻഡ്ഫില്ലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും നിയന്ത്രിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ലാൻഡ്ഫില്ലും. നമ്മൾ മാലിന്യം സോഴ്സ് ലെവലില് മാലിന്യങ്ങളെ റിഡക്ട് ചെയ്യുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ മാലിന്യങ്ങളെ റീയൂസ് ചെയ്യുകയും അല്ലെങ്കിൽ പാഴ്വസ്തുക്കളെ റീയൂസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാലിന്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളത് മാലിന്യങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് റീസൈക്ലിംഗ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എപ്പോഴും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത് സമയവും പറയുന്ന ഒരു കാര്യമാണ്, ഒന്നെങ്കിൽ 3R അല്ലെങ്കിൽ 5R എന്നുള്ളത്. അത് വീണ്ടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കറിയാം, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, അത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങളെ സംസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായി പിന്തുടരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വീടുകളിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റികളുടെ അഭാവം ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ ഈ ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയത്തില്ലാത്ത ഒരു പ്രശ്നമാകാം. ഉദാഹരണത്തിന് നമ്മുടെ നഗരസഭ എടുക്കുകയാണെങ്കിൽ 2023 കണക്ക് പ്രകാരം 12,000 വീടുകൾക്ക് ഏകദേശം 7,000 സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ആയിരുന്നു കൊടുത്തത്. അത് ജീബിൻ ആകാം, റിംഗ് കമ്പോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ബയോ കമ്പോസ്റ്റ്, ഏതെങ്കിലും രീതിയിലുള്ള ബയോ കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ആ 7,000 യൂണിറ്റുകൾ കൊടുത്തതിൽ 5,000 യൂണിറ്റുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അത് പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പലരും അറിവില്ലായ്മ കൊണ്ട് ഒന്നെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ബയോഗ്യാസ് പ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൽ യാതൊരു കാരണവശാലും മുട്ടത്തോട്, ഉള്ളിയുടെ തൊലി, പുളിയുള്ള വസ്തുക്കളൊന്നും ഇടാൻ പാടില്ല എന്നാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമം അല്ലാതെയാണ്. അപ്പൊ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമം അല്ലാതാകുന്നതിന്റെ ഒരു കാരണം അത് ഉപയോഗിക്കാൻ അറിവില്ലാത്തതാണ്. 2, ഇത്തരം യൂണിറ്റുകളെ ഉപയോഗപ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റ് നടക്കുകയില്ല. അപ്പം സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ടോ, അത് ഉപയോഗിക്കാൻ ഗുണഭോക്താക്കൾക്ക് അറിയാമോ എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന കാര്യം. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ സോഴ്സ് ലെവൽ കമ്പോസ്റ്റിംഗിന്റെ അകത്തൊരു വെല്ലുവിളി പ്രധാനമായിട്ടുമുള്ളത്, നമ്മൾ നഗരസഭയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന കമ്പോസ്റ്റ് യൂണിറ്റുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നില്ല. അതിന്റെ ഉപയോഗം അറിയത്തില്ലാതെ മറ്റു പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. മാലിന്യങ്ങൾ തരംതിരിക്കുന്നത് മുതൽ മാലിന്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വരെയുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ MCF, അതുപോലെ RRF, ഇത്തരം കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ്, അതിന്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്നുള്ളതിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ്. നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് 16.35 ടണ്ണാണ്. ഒരു ദിവസം നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് മാലിന്യങ്ങളുടെ അളവ് 16.5 ടണ്ണോളമാണ്.
നമ്മൾക്ക് ഇവിടെ 12,428 വീടുകളും 14,222 വാണിജ്യ സ്ഥാപനങ്ങളും, റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, നമ്മുടെ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ആകെയുള്ള 16 ടണ്ണിൽ 9 ടൺ ജൈവ മാലിന്യങ്ങളും 5.5 ടൺ അജൈവ മാലിന്യങ്ങളും ഒരു ഏകദേശം 100 കിലോയോളം 82 കിലോയോളം മറ്റു മാലിന്യങ്ങളുമാണ്. മറ്റു മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ദിവസം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, സാനിറ്ററി വേസ്റ്റ്, ഇ വേസ്റ്റ് മുതലായ ഡൊമസ്റ്റിക് ഹസാഡസ് വേസ്റ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുമ്പോൾ ഏകദേശം 100 കിലോയോളം ആണ് നമ്മുടെ പ്രതിദിന ഇത്തരത്തിലുള്ള ഹസാഡസ് വേസ്റ്റിന്റെ ഉത്പാദനം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ മൊത്തത്തിലുള്ള റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിന്റെയും കണക്കുകളാണ്. അപ്പാർട്ട്മെന്റുകളിലായിട്ട് 360ഓളം വീടുകൾ അപ്പാർട്ട്മെന്റുകളിലായിട്ടുണ്ട്. പിന്നെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് ആയിട്ട് 20 ചിക്കൻ സ്റ്റോളുകളാണ് അന്ന് 2023 ഉള്ളത്. ഇപ്പോൾ ചിലപ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടാകാം. MRF 5 TPD MRF ആണ് നമുക്ക് ഉള്ളത്. നോൺ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് പറയുന്നുണ്ട്. റെസിഡൻഷ്യൽ യൂണിറ്റുകളിൽ 10% ആണ് നമ്മുടെ ഗ്യാപ്പെങ്കിൽ നോൺ റെസിഡൻഷ്യൽ യൂണിറ്റുകളിൽ 20% ഫെസിലിറ്റീസിന്റെ ഗ്യാപ്പ് ഉണ്ട്. ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു വേസ്റ്റിന്റെ മാലിന്യങ്ങളുടെ പ്രതിദിന അളവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ആ അളവ് കണ്ടെത്തിയത് പ്രകാരമാണ് നമ്മളിവിടെ ഒരു SWM പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ആണ് ഇത്. വേസ്റ്റ് ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷന്റെ റിപ്പോർട്ടാണ്. ആകെ 16.36 ടണ്ണാണ് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് മാലിന്യം നമ്മളൊരു പ്രതിദിനം നഗരസഭ ഉത്പാദിപ്പിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രീ കൺസൾട്ടേഷൻ മീറ്റിംഗ്, നേരത്തെ സൂചിപ്പിച്ചുള്ള 2 വർഷം മുൻപ് നടത്തിയ ഒരു പ്രീ കൺസൾട്ടേഷൻ മീറ്റിംഗ് ആണ്. ഇവിടെ മുതലാണ് നമ്മളുടെ പദ്ധതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത്. പദ്ധതി നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ട് സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ 1.8 കോടി രൂപ, ഏകദേശം 2 കോടി രൂപയോളമാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ 25 വർഷത്തെ പ്ലാനിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി പറഞ്ഞിരിക്കുന്ന പ്രധാന ഐറ്റം എല്ലാ വീടുകളിലും സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകൾ നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പണം അടച്ചുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഗ്രീൻ ടെക്നീഷ്യനായി വിളിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും യൂണിറ്റുകൾ കൃത്യമായി ഉപയോഗിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഹരിതകർമ്മ സേനാംഗങ്ങളെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫീസ് കൊടുത്തുകൊണ്ട് ക്ഷണിക്കുന്നതിനും അവരെ ഉപയോഗപ്പെടുത്തുന്നതിനും പ്രൊഫഷണൽ സർവീസ് ഉപയോഗപ്പെടുത്തുന്നതിനും പ്രധാനമായിട്ട് ഈ പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന യൂണിറ്റുകൾ ഉപകാരപ്പെടുത്താതെയോ അത് ഉപയോഗിക്കാതെ വെറുതെ വലിച്ചെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഇതിനകത്ത് കോസ്റ്റ് ഇൻവോൾവ് ആണ്. 2 കോടി രൂപയുടെ സാധനം വാങ്ങിയിട്ട് ഒരു 10% ആളുകൾ ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ നമുക്ക് വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ആളുകളുടെ വീടുകളിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും അതിന്റെ തുടർ പരിപാലനവും ചെയ്യുന്നതിന് ഹരിതകർമ്മ സേനയെ പോലെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഒരു നിർദ്ദേശം ഈ സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ മാലിന്യങ്ങൾ പൊതു സ്ഥലങ്ങളിൽ തടയാനുള്ള CCTV നിരീക്ഷണ സംവിധാനമാണ്. അതും പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ തന്നെ ഈ CCTV വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ തന്നെ റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ, ജീബിൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വീടുകളിൽ. ഇതിന് 1.8 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. RRF, പുതിയൊരു RRF 2 TPD RRF ആണ് നമ്മുടെ ആദ്യത്തെ ഫേസ് 1 എന്ന് പറയുന്നത്. ഫേസ് 1 ആണ് 2023 മുതൽ 28 വരെയുള്ള പീരീഡ്. ഈ പീരീഡിൽ നമുക്ക് 1.43 കോടി രൂപ, നമ്മൾ നേരത്തെ പറഞ്ഞ 20 ലക്ഷത്തിന് പുറമെ 1.43 കോടി രൂപയുടെ പദ്ധതിയാണ് 2 TPD അല്ലെങ്കിൽ പ്രതിദിന 2 ടൺ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള MRF RRF യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അഡീഷണൽ ആയിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി പദ്ധതിയിൽ വകയിരുത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മാലിന്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ഹരിതകർമ്മ സേന ഉണ്ടെങ്കിൽ മാത്രം പോരാ, ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ലൈറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ 4 വീലുള്ള വാഹനങ്ങൾ 5 എണ്ണവും, 3 വീലർ ഓട്ടോ 17 എണ്ണവും, അതുപോലെ ഉന്തുവണ്ടികളായിട്ട് 24 എണ്ണവും, ഒരു വലിയ ടിപ്പറുമാണ് നമ്മുടെ ഈ ഒരു പ്രപ്പോസലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഡ്രൈവേഴ്സിന്റെ ഒരു തൊഴിൽ സാധ്യതയും ഈ പദ്ധതി നൽകുന്നുണ്ട്. ഇത്രയും കൂടുതൽ ഡ്രൈവേഴ്സ് നമുക്ക് വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളും ഉണ്ടാകും. അത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ നമ്മുടെ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നോൺ റെസിഡൻഷ്യൽ യൂണിറ്റുകളിൽ ജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന് 2.5 കോടി രൂപ 2.52 കോടി രൂപയാണ്
ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റി തലത്തിൽ ലീച്ചറ്റ് മാനേജ്മെന്റ് സൗകര്യത്തോടെയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് 4 TPD നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീച്ചറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മലിനജലം ഒഴുകിപ്പോകുന്നതിനും നല്ല രീതിയിൽ വിൻഡ്രോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനുമുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് നമുക്ക് വിറ്റ് നഗരസഭയ്ക്ക് അതിന് വരുമാനം ഉണ്ടാക്കുന്നതിനും ഈ പദ്ധതിയിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു 2 ടൺ പ്രതിദിന ശേഷിയും 7 ദിവസത്തേക്കുള്ള സ്റ്റോറേജുമുള്ള MCF-RRF യൂണിറ്റ് ആണ് നമ്മൾ ഇതിൽ തയ്യാറാക്കുന്നത്. അതിൽ പല മെഷീനുകൾ, ഷഡർ മെഷീൻ ഉണ്ടാകും, ഡീഡസ്റ്റർ ഉണ്ടാകും, കൺവെയർ ബെൽറ്റ് മുതലായ സോർട്ടിംഗ് ടേബിൾ, എല്ലാ കാര്യങ്ങളോട് കൂടിയ ഒരു സെമി മെക്കനൈസ്ഡ് ആയിട്ടുള്ള RRF യൂണിറ്റ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അജൈവ മാലിന്യങ്ങളിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് എല്ലാ CCTV നിരീക്ഷണവും ബയോമെട്രിക് ഹാജർ സംവിധാനവും MRRF സംവിധാനത്തിൽ ഒരുക്കും. അതുപോലെ തന്നെ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹരിതകർമ്മസേനയ്ക്ക് അവർക്ക് പരിശീലനം ആവശ്യമുണ്ട്. വിവിധ ഘട്ടങ്ങളായിട്ട് അവർക്ക് പരിശീലനം നൽകുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ എത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ എത്രയാണെന്നും അത് എത്രയാണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി ബെയിൽ ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ക്വാണ്ടിറ്റി നമുക്ക് റീസൈക്ലിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇത്തരം കാര്യം എല്ലാ ഡാറ്റയും എത്രയാണ് നമ്മൾ ഇനേർട്ടായിട്ട് ഉപേക്ഷിക്കേണ്ട മാലിന്യമായിട്ട് നമുക്ക് എത്ര മാലിന്യങ്ങളാണുള്ളത്, ഇത്തരത്തിലുള്ള മുഴുവൻ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനിയും അഡീഷണൽ ആയിട്ട് 8 ഹരിതകർമ്മസേനയും കൂടെ ആണ് നമുക്ക് വേണ്ടത്. ഒരു 50 വീടുകൾക്ക് 2 ഹരിതകർമ്മസേന എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം നിജപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഹരിതകർമ്മസേന അംഗങ്ങളെയും കൂടി ഉടനെ തന്നെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാനിറ്ററി വേസ്റ്റ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹസാഡസ് വേസ്റ്റ്, വേസ്റ്റ്, ഇത്തരം മാലിന്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം നിലവിൽ നമ്മൾ കളക്ട് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അത് കളക്ട് ചെയ്യുകയും അംഗീകൃത ഏജൻസികളിലേക്ക് ഇത് കൈമാറുകയും ചെയ്യാനാണ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്കിവിടെ അത് സ്ഥായിയായിട്ട് സൂക്ഷിച്ചു വയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റില്ല. അത് KEL പോലെയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഇതിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാനിറ്ററി വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള വാഹനങ്ങൾ ഈ പദ്ധതിയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കെട്ടിടാവശ്യ C&D വേസ്റ്റ് ആണ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്. നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും കെട്ടിടങ്ങൾ പൊളിക്കുമ്പോഴും ഉണ്ടാകുന്ന മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങൾ പരിപാലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ നമ്മുടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മാലിന്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ സ്ഥായിയായ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ നിർമ്മാണ വസ്തുക്കൾ ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു താൽക്കാലികമായി ശേഖരിക്കാൻ പറ്റുന്ന സ്ഥലവും അത് അവിടെ നിന്ന് പിന്നീട് നമ്മുടെ റീജിയണൽ ലെവൽ ലാൻഡ്ഫില്ലിലേക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവുമാണ് ഇതിൽ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ 5 വർഷത്തെ പദ്ധതി രേഖയുടെ വളരെ ചുരുക്കിയ ഒരു വിവരണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 450 കൂടെ ഉണ്ട്, 487 പേജുള്ള ഒരു വലിയ ഡോക്യുമെന്റ് വളരെ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതാണ്. അപ്പൊ അതിൽ ചില കുറെ അധികം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. നമ്മളുടെ പ്രീ കൺസൾട്ടേഷൻ ആദ്യം ചേർന്ന കൂടിയാലോചന യോഗത്തിൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എടുത്ത് അത് അതേപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി റിപ്പോർട്ടാണുള്ളത്. ആ പദ്ധതി റിപ്പോർട്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതിലെവിടെയെങ്കിലും കൂടുതലായി ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ആ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള പദ്ധതിയിൽ പറ്റുന്ന സാധ്യമായ പ്രപ്പോസലുകൾ കൂടി ചേർത്ത് കൗൺസിലിലേക്ക് നൽകാനാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പദ്ധതി SWM പ്ലാനിന്റെ പ്രിപ്പറേഷൻ ഞങ്ങളുടെ ലെവലിൽ ഏകദേശം 98% കഴിഞ്ഞിട്ടുണ്ട്, അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു മീറ്റിംഗ് പെൻഡിങ് ആയതുകൊണ്ടാണ് അത് നമുക്ക് 100% അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തത്. അപ്പം ഇന്നത്തെ മീറ്റിംഗിന് ശേഷം ഇപ്പൊ പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാം. ആ നിർദ്ദേശങ്ങൾ പ്രകാരം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ ആ മാറ്റങ്ങൾ കൂടി വരുത്തി ഉടനെ തന്നെ കൗൺസിലിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ കൗൺസിലിലേക്ക് അത് നമുക്കത് സമർപ്പിക്കാൻ സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകണം, അത് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളത് ഇതിലേക്ക് ഉൾപ്പെടുത്താമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 25 വർഷത്തേക്കുള്ള പ്രൊജക്റ്റാണുണ്ടെങ്കിലും ഇപ്പം നമ്മൾ 1ാം ഘട്ടം എന്നതിൽ 5 വർഷത്തേക്ക് ആ 5 വർഷത്തേക്ക് നമ്മൾ തീർച്ചേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ബഹുമാനപ്പെട്ട KSWB MPയുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളെ ഭാഗത്ത് നോക്കാം. ആ നിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ 100% ഒരു സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ കൗൺസിലേക്ക് വെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന്റെ പോരായ്മകൾ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഖരമാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ള വീടുകളിൽ കൊടുക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഏകദേശം 90% കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ വളരെ പിന്നിലേക്ക് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ശരിയാണ്. അത് 100% എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ജനപ്രതിനിധികളും
അതേപോലെ തന്നെ സന്നദ്ധ സംഘടനക്കാർക്കെല്ലാം നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട്. അതേപോലെ ഹരിതകർമ്മസേനയെ സംബന്ധിച്ച് പറഞ്ഞു, ഓരോ മേഖലയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു രൂപരേഖ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അതും കൂടി ചർച്ച ചെയ്തിട്ട് നമുക്കത് ക്രോഡീകരിച്ചുകൊണ്ട് ആ 100% സബ്മിറ്റ് ചെയ്യാനാണ് അടുത്ത കൗൺസിലേക്ക്. അതിൽ നിങ്ങൾ ഓരോ ആൾക്കാർ ക്ഷണിക്കുക, ആരെ പേരെടുത്ത് വിളിക്കുന്നില്ല, നിർദ്ദേശങ്ങൾ ഓരോ ആൾക്കാർ എഴുതിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് ക്രോഡീകരിക്കും. 2003 ഉണ്ടാക്കി വെച്ച പ്രൊജക്റ്റുകളാണ് 2023 ആണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഇപ്പം 2 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഇനിയിപ്പം ഇതിനെപ്പറ്റി ചർച്ച വെച്ചിരിക്കുന്നത്. അതിൽ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ നമ്മൾ പ്രപ്പോസ് ചെയ്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിന് റിംഗ് കമ്പോസ്റ്റും അതുപോലെ മറ്റ് 2-3 സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാ വീടുകളിലും ഓരോ സംവിധാനം ഏർപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ചുരുക്കം ചില വീടുകളിലേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് റിംഗ് കമ്പോസ്റ്റിനും മറ്റും ഫണ്ട് മാറ്റിവെച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മനസ്സിലാകാത്തത് ജൈവ മാലിന്യം നമ്മൾ സാധാരണ വീടുകളിൽ ഓരോ സെൻട്രലൈസ്ഡ് സംസ്കരണമല്ലല്ലോ പറയുന്നത്. അതാത് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അതിലൊരു മാറ്റം വരുത്തുന്നുണ്ടോ എന്നൊരു സംശയം പറഞ്ഞാലും അറിയാനുണ്ട്. പിന്നീട് നമ്മുടെ ഹോട്ടലുകളും അതുപോലെ സ്ഥാപനങ്ങളിലുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് അന്ന് പറഞ്ഞിരുന്നു അവരെ കൊണ്ട് തന്നെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിക്കുക എന്നുള്ളത്. അല്ലാതെ പിന്നെ ഇപ്പം സംസാരിച്ചതിൽ ഒരു സൺറൈസിൽ മലിന സംസ്കരണം ഉണ്ടോ, അതിനെപ്പറ്റി എന്താ രൂപരേഖയിൽ പറഞ്ഞു തന്നാൻ എനിക്കറിയില്ല. അത് ടൗൺ ഏരിയകളിലൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു കോളനിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അല്ല അടുത്ത വീട്ടിൽ ഈ ഒരു മാതിരി പിന്നെ മാലിന്യ സംസ്കരണം വെച്ചാൽ, നിങ്ങൾ പറയുന്ന പോലെ റിംഗ് കമ്പോസ്റ്റ് വെച്ചാൽ അടുത്തടുത്ത് താമസിക്കുന്ന കോളനികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഒരു 4 സെന്റും 3.5 സെന്റും ഉള്ള ആളുകൾക്ക്, അടുത്തടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇതുവരെ അടുത്തടുത്ത് റിംഗ് കമ്പോസ്റ്റ് വെച്ചാൽ തന്നെ ഈച്ചശല്യവും അതുപോലെ പലതും മണവും അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കോളനി ബേസ് ചെയ്തുകൊണ്ട് ഒരു മാലിന്യ സംസ്കരണ പദ്ധതി, അതായത് എല്ലാവർക്കും കൂടെ അവിടെ മാലിന്യം സംസ്കരിക്കാൻ സാധിക്കുന്നു ഒരു കോളനിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതും ആ കോളനികളിലെ പിന്നെ നല്ല ആളുകളുടെ ഒരു മേൽനോട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ പേര് MP നാരായണൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധിയാണ്. ഇവിടെ പറഞ്ഞ പോലെ വീടുകളിൽ സംഭരിക്കുന്ന കരമാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്. മുനിസിപ്പാലിറ്റി തലത്തിൽ ഒരു സംഭരണ കേന്ദ്രം ആവശ്യമാണ്. സ്ഥലപരിമിതി മൂലമാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തന്നെ മുനിസിപ്പാലിറ്റിയിൽ സ്ഥലമില്ല എന്നുള്ളതാണ് ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനായിട്ടൊരു സ്ഥലം വേണം. എന്നിട്ട് മുനിസിപ്പാലിറ്റി തലത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുകയോ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ സംഭരിക്കുകയോ ഒക്കെ ചെയ്യണം. അതും കൂടി ഇതിൽ പ്രശ്നമുണ്ടാകും. ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ഈ റിംഗ് കോമ്പോസ്റ്റ് ഒരുവിധം കുറേ വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിംഗ് കോമ്പോസ്റ്റ് എല്ലാവരും പുറത്താണ് വെക്കുക, ഔട്ട് സൈഡാണല്ലോ വെക്കുക, മഴ കൊള്ളും. അപ്പോൾ ശരിക്കും മഴവെള്ളം ഇതിനകത്ത് വീകാൻ പാടില്ല. ഈ റിംഗ് കോമ്പോസ്റ്റിന് ഒരു മൂടി ഉണ്ടെങ്കിലും ആ മഴവെള്ളം ഇതിന്റെ മുകളിൽ വീണ് അത് ഉള്ളിലേക്ക് വലിച്ചിറങ്ങുന്ന രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അത് അതിനൊരു ചെറിയ ലിഡിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ഒരു ബ്രിഡ്ജ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഉള്ളിലേക്ക് വരില്ല. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഉണ്ടാക്കിയാൽ ആ ശാസ്ത്രീയത തീരെ കാണിച്ചിട്ടില്ല. വെള്ളം ഉള്ളിലേക്ക് പോകും. അപ്പൊ അത് നാറാൻ തുടങ്ങും, ഈച്ച വരും, മണം വരാൻ തുടങ്ങും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ആൾക്കാർ പിന്നെ അത് ഉപയോഗിക്കാണ്ടാവും. അതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പൊതുവെ വലിച്ചെറിയാൻ പാടില്ല എന്നാണെങ്കിലും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ അത് കിട്ടിയിട്ടില്ല. കാരണം ഞാനത് ചെയ്യുന്നത് ബാബു പറമ്പത്തിന്റെ നിർദ്ദേശാനുസരണമുള്ള ഒരു സംവിധാനത്തിലാണ് അത് ഈ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അയാളുടെ നിർദ്ദേശം അനുസരിച്ചാണ് 2008-9 ഇവിടുന്ന് ഒരു ക്ലാസ് ഉണ്ട്. അയാളുടെ ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇപ്പോൾ റിംഗ് കമ്പോസ്റ്റിന് അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷ ഇവിടുന്ന് മിസ്സായിപ്പോയി. രണ്ടാമതും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു വിവരവും കിട്ടിയില്ല. ഈ റിംഗ് കമ്പോസ്റ്റ് കൊടുത്ത
വീടുകളിൽ അത് ശരിക്കും ഇവിടുത്തെ നഗരസഭാ തല ഉദ്യോഗസ്ഥന്മാര് അത് ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ഇപ്പം നേരത്തെ സംസാരിച്ച സാറ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് വീടുകളിൽ വിതരണം ചെയ്തിട്ടുള്ള റിംഗ് കമ്പോസ്റ്റ്, അതേപോലെ ബയോബിന്ന്, ഇവയൊക്കെ ഉപയോഗിക്കുന്നതിൽ ഗുണഭോക്താക്കൾക്ക് വേണ്ടത്ര അറിവില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയല്ല സർ. കാരണം എൻ്റെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒട്ടേറെ ആളുകൾ ഈ ബയോബിന്ന് അല്ലെങ്കിൽ ഇത്തരം റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യം ഈ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന എന്താ പറയാ ഇനോക്കുലം, അത് കിട്ടുന്നില്ല സർ. നമ്മളത് തുടക്കത്തിൽ 1-2 ചെറിയ രീതിയിലുള്ള ഒരു സംവിധാനത്തോടുകൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി പലർക്കും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ഇത് കാരണം അവർക്ക് ഈ നേരത്തെ ഇവിടെ എൻ്റെ രാജ്യം സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് വിതരണം ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിൽ മുന്നേറാൻ കഴിയും. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എവിടെയെങ്കിലും ഈ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതി ഇപ്പോൾ ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാവുമോ എന്നുള്ളതാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ അയൽക്കൂട്ടങ്ങളും സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ടമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് CDS തന്നെയാണ് നേരിട്ട് പല അയൽക്കൂട്ടങ്ങളും ഗ്രേഡിങ് ചെയ്തത്. അപ്പോൾ മനസ്സിലായത് പല വീട്ടിലും ഈ ജൈവ മാലിന്യ സംസ്കരണത്തിന് ഉപാധികൾ ഇല്ല എന്നുള്ളതാണ്. 34ാം ഡിവിഷനിലാണ് ഞാൻ ഗ്രേഡ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു 50% വീടുകളിലെ ഈ രീതിയിലുള്ള സംസ്കരണത്തിനുള്ള ഉപാധി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുള്ളൂ. അവർ പലപ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇനോക്കുലം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതും, ഈ വേസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇതിൽ കൃത്യമായിട്ട് ഇനോക്കുലം ഇടാത്തത് കൊണ്ട് തന്നെ അടുത്ത വീടുകളിൽ നിന്നുള്ള പരാതി വരുന്നത് കൊണ്ട് ഇവർ ഈ സംസ്കരണ ഉപാധി ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന വീടുകളും ഉണ്ട്. പറഞ്ഞ റിംഗ് കമ്പോസ്റ്റിൽ ഉപയോഗിക്കുന്ന ചകിരിച്ചോറുകളിൽ ലഭിക്കുന്നില്ല എന്നാണ് ഇനോക്കുലം. അപ്പോൾ ഹരിതകർമ്മസേന ഇനോക്കുലം ലിക്വിഡിന്റെ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഹരിതകർമ്മസേന വീടുകളിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാൻ പോകുന്ന സമയത്ത് മുഴുവൻ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊരു കുറച്ച് മുന്നോട്ടെത്തിയാൽ നമ്മൾ ഇനോക്കുലം ചകിരിച്ചോറിന്റെ അതുകൂടി സംരംഭം തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ നമ്മൾ ഇനോക്കുലം ലിക്വിഡ് കൊടുത്താൽ അത് തന്നെ മതി തുടക്കത്തിൽ ഉപയോഗിക്കുക. ഇതിന്റെ ലിക്വിഡ് ഒഴിച്ചാലും റിംഗ് കമ്പോസ്റ്റിൽ ബാക്കിയുള്ള വസ്തുക്കൾ ഇടാൻ പറ്റും. നമുക്ക് ജൈവമാലിന്യങ്ങൾ വലിയ മണമൊന്നും വരൂല, മണം ഉണ്ടാവൂല, ദുർഗന്ധം ഉണ്ടാവൂല. ഹോട്ടലുകളിലെയും മറ്റു സ്ഥാപനങ്ങളിലെ വേസ്റ്റ് എടുക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കമ്പനി ഈ കോർപ്പറേഷൻ ഫറൂഖ് ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിക്ക് ഒരു ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ എടുത്തു കൊണ്ടുവന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റിക്കും ഒരു പ്രൈവറ്റ് ഏജൻസിയെ നിയോഗിക്കാവുന്നതാണ്. അതുമൂലം ഇപ്പം ഹരിതകർമ്മസേനയ്ക്ക് എടുക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടാവും, അത് ഈ പ്രൈവറ്റ് ഏജൻസി എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഹോട്ടലുകളിലെയും മറ്റുള്ള സ്ഥാപനങ്ങളിലെയും ഈ പ്രശ്നം പലരും ഈ പയ്യോളി ഞാൻ അയാൾക്കൊണ്ട് പല സ്ഥാപനങ്ങളും തന്നെ വിളിക്കാറുണ്ട്. ഹെൽത്തുകാർ വരുന്നുണ്ട്, ഒന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് ഫൈന് കിട്ടും, ഇവിടെ ഹരിതകർമ്മസേന വരുന്നില്ല എന്നുള്ള പാർട്ടി. ഹരിതകർമ്മസേന അതിൻ്റെ ഒരു എന്താ പറയുക റിപ്പയറിങ് പഠിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം ആദ്യമൊക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ അത് ഉപയോഗശൂന്യമായിട്ട് ഇപ്പൊ കൊതുക് നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനോക്കൽ കഴിഞ്ഞാൽ അതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അന്നൊരു പ്രാവശ്യം പറഞ്ഞ് നമ്മൾ വാട്സപ്പിൽ ഇട്ടാൽ അതേ രൂപപ്രകാരം നിങ്ങൾ ചെയ്താൽ മതി എന്നാ. പക്ഷെ അത് ഇന്നേ വരെക്കും അതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. അതും ഇതേപോലെ തന്നെ ബയോഗ്യാസ് പോലെ തന്നെ ഉപയോഗശൂന്യമായി പല വീടുകളിലും കൊതുക് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മൾ വാർഡുകളിൽ എത്തിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ അപേക്ഷ വെച്ചപ്പോൾ 24-25 സാമ്പത്തിക വർഷത്തിൽ അപേക്ഷ വെച്ചപ്പോൾ 22 പേരാണ് 34ാം ഡിവിഷൻ അപേക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ ആരും അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ 22 പേർക്ക് അത് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അപേക്ഷ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ വാർഡ് സഭയിൽ നമ്മൾ അപേക്ഷ വെച്ചപ്പോൾ കൂടുതൽ പേര് അപേക്ഷ തന്നിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇപ്പോഴും അതിനോട് മുഴുവനായിട്ടും യോജിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളങ്ങോട്ട് പറഞ്ഞിട്ടും വേണ്ട എന്നുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ നിന്ന് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട മൈജ കൗൺസിലർ പറഞ്ഞതുപോലെ ബയോഗ്യാസ് ആണ്. ഇത് ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ബയോഗ്യാസ് ആണ്. നഗരസഭയിൽ ആദ്യമായിട്ട് ബയോഗ്യാസ് വിതരണം ചെയ്ത ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് 1.5 മണിക്കൂർ എനിക്ക് ആ ബയോഗ്യാസ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു 3 വർഷം ആകുമ്പോഴത്തേക്ക് അതിന് ഡാമേജ് പറ്റി. എന്താ വെച്ചാൽ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടെങ്കിലും പൈപ്പിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അടുപ്പ് മാറ്റി കിട്ടി, പിന്നെ നോക്കുമ്പോൾ അടുപ്പിലും ഇത് കയറുന്നില്ല, ഗ്യാസ് ഇപ്പോഴും അതിൽ നിറയുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സ്ലറിയായി ഉപയോഗിച്ചിട്ട് തെങ്ങിനും പച്ചക്കറിക്കും
ചെടികൾക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ എൻ്റെ ജൈവമാലിന്യ സംസ്കരണം നടക്കുന്നത്. നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി വിജില എം, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, KSWMB ജില്ലാ എൻവിറോൺമെന്റ് എക്സ്പേർട്ട് ശാലിനി, DPMC സോഷ്യൽ എക്സ്പേർട്ട് പ്രേം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. KSWMBSWEM എഞ്ചിനീയർ ആനന്ദ് P നന്ദിയും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ 2023 7,384 യൂണിറ്റുകൾ കൊടുത്തതിൽ 5,100 യൂണിറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1/3 യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ ഉപയോഗിക്കാത്ത യൂണിറ്റുകൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്നും അതിനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് നഗരസഭയും നഗരസഭയിൽ ഇത് കൊടുക്കുന്ന ആരോഗ്യ വിഭാഗവും താല്പര്യമെടുത്ത് ഒന്നെങ്കിൽ വീടാന്തരം പരിശോധന നടത്തുകയും അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്താൽ കുറെയെങ്കിലും അത് പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്, നമുക്ക് റിംഗ് കമ്പോസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളും ജീബിനും എല്ലാം ഇനിയും നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100% വീടുകളിലും സോഴ്സ് ലെവൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഉറവിട മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ ഈ പദ്ധതി രേഖയിൽ വെച്ചിട്ടുണ്ട്. അതിനാണ് 1,80,00,000 രൂപ അതിനുവേണ്ടി മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഈ 5 വർഷം കൊണ്ട്, ഇപ്പൊ തന്നെ 2 വർഷം കഴിഞ്ഞു, ഇനിയുള്ള 2-3 വർഷം കൊണ്ട് നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുവൻ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള യൂണിറ്റുകൾ കൊടുക്കാം. പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ഥാപനങ്ങളിലും മറ്റുള്ള മാലിന്യങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ പോളിസി. പക്ഷേ കേന്ദ്ര റൂള് പ്രകാരം, ചട്ടപ്രകാരം ഇത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് ജൈവമാലിന്യങ്ങൾ. പക്ഷെ നമ്മളതിവിടെ പറയുന്നില്ല. അത്തരത്തിലുള്ള പ്രപ്പോസലുകളും കാര്യമായിട്ട് പ്ലാനിൽ വന്നിട്ടില്ല. പകരം നമുക്ക് ഇപ്പം അറിയാം, ഹോട്ടലുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് പന്നി ഫാമുകളാണ്, അല്ലെ? കുറെ പന്നി ഫാമുകൾ കൊണ്ടുപോകുന്നുണ്ട്, കുറച്ചെങ്കിലും ഈ കാലി വളർത്തുന്നവർ കൊണ്ടുപോകുന്നുണ്ട്, കുറച്ച് കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയാണ് നിലവിലുള്ള വലിയ ക്വാണ്ടിറ്റി നമ്മളുടെ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പന്നി ഫാമുകളോ ഇത്തരത്തിലുള്ള ഇടപെടലുകളോ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് പകരം ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി മുഴുവൻ ചീഞ്ഞു നാറും. സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രപ്പോസലിന്റെ അകത്ത് വിൻഡ്രോ കമ്പോസ്റ്റിന് വേണ്ടി 2.5 കോടി രൂപയോളം വകയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ദിവസം 4 ടൺ വരെയുള്ള ജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം വേണം. ഇപ്പം പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയും, ഇപ്പൊ എന്താ പന്നി ഫാമുകാർ കൊണ്ടുപോകുന്നതല്ലേ, കാലി ഫാമുകാർ കൊണ്ടുപോകുന്നതല്ലേ, നമ്മൾ എന്തിനാ അതിൻ്റെ അകത്ത് ഇടപെടുന്നതിന് നഗരസഭയ്ക്ക് ഒരു തലവേദന വേണ്ടാന്ന്. പക്ഷേ ഈ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് നഗരസഭ ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്കിപ്പം പലതരത്തിലുള്ള ഫണ്ട് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് സാർ അതാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഒരു കമന്റ് വന്നത് CCTV, സാറ് ചോദിച്ചൊരു കാര്യമുണ്ട്. CCTV ക്യാമറകൾ എവിടെയെല്ലാം നിലവിൽ സ്ഥാപിച്ചതിനെ കുറിച്ച് നമ്മുടെ ഈ പദ്ധതി നിർദ്ദേശത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഉണ്ടോ? നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ MCFRRF നമുക്ക് CCTV KSWMB പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് CCTV ക്യാമറകൾ വെക്കാനുള്ളത് നമ്മുടെ പ്രപ്പോസൽ ഉണ്ട്. പിന്നെ ട്രെയിനിങ് ആണ്. മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രെയിനിങ് കൊടുക്കുകയാണെന്നുള്ളത്. ട്രെയിനിങ് തീർച്ചയായിട്ടും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആദ്യ ലെവലിൽ ട്രെയിനിങ് കൊടുക്കുകയും അവർ വീടുകളിൽ പോകുമ്പോൾ അവർക്ക് ഇടപെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവർ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയധികം നമ്മുടെ യൂണിറ്റുകൾ എന്താ പറയുക സജീവമാക്കുന്നതിന് സാധിക്കും, ഇപ്പോൾ ഉപയോഗപ്പെടുത്താത്തത്. പിന്നെ CDS ചെയർപേഴ്സൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കുകയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പല വീടുകളിലും ഇപ്പോഴുum ഇത്തരത്തിലുള്ള ഉറവിട മാലിന്യ സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലുണ്ട്. 100% വീടുകൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1.2 കോടി രൂപയോളം, 1,80,00,000 രൂപ ഇതിനുവേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടപ്പിലായി കഴിയുമ്പോൾ പിന്നെ ഒരു വീടുകളിലും ഇത്തരം സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചത് അതിന്റെ മുകളിൽ വലിയൊരു ചർച്ച തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് എല്ലാവരോടും നന്ദി പറയാണ്. അപ്പോൾ ഈ ചർച്ചയിലുണ്ടായ നമ്മൾ നിർദ്ദേശിച്ച കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം മാത്രമാണ് ഞങ്ങൾ ഈ മാലിന്യ പരിപാലന രൂപരേഖ ഫൈനലാക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാലിന്യ പരിപാലന രൂപരേഖ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്റ്റേ എന്ന് പറയുന്നത് ഈ പദ്ധതികൾ നമ്മളെ നഗരസഭയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിതിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന എല്ലാ വീടുകളിലേക്കും ജൈവമാലിന്യ ഉപാധികൾ എത്തിക്കുക, വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പോലത്തെയുള്ള സെൻട്രലൈസ്ഡ് യൂണിറ്റുകൾ സ്ഥാപിക്കുക, നമ്മളെ MRFനെ വിപുലീകരിക്കുക, അത്തരം എല്ലാ പദ്ധതികൾക്കും നമുക്കിതിൽ ഫണ്ടുണ്ട്. അത് നമ്മളെ KSWMB മാത്രമല്ല, അത് ശുചിത്വ മിഷനും ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ ഫണ്ടുകളും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകളിലൂടെ നമ്മളിതിനെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. പക്ഷെ നമ്മൾ നഗരസഭ ഇതിലും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സ്ഥല ലഭ്യതയായിരിക്കും. പല കാര്യങ്ങൾക്കും നമുക്ക് സ്ഥലം വേണം. അതായത് നമ്മളെ ഇപ്പോൾ ഒരു പ്ലാന്റ് പ്രപ്പോസ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഡിസൈനും ഡ്രോയിങ്ങും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതെവിടെ ചെയ്യണം? അപ്പോൾ അത്തരത്തിലുള്ള അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തൽ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യങ്ങളായിരിക്കും. നമ്മൾ സ്ഥലം എന്ന് പറയുന്ന ആളുകളുടെ എതിർപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി മറികടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് കൂടാതെ നമ്മളെ ഈ ഹരിതകർമ്മസേനയുടെ അവരെ ഗ്രീൻ ടെക്നീഷ്യൻ ആക്കുന്നതിനും നമ്മളെ മറ്റ് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ബലപ്പെടുത്തുന്നതായിട്ടുള്ള പ്രപ്പോസലുകൾ ഈ പ്ലാനിലുണ്ട്. അതുപോലെ നമ്മളെ ഈ അറ്റൻഡൻസ് രജിസ്റ്ററുകളും മറ്റും സൂക്ഷിച്ചുകൊണ്ട് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരിക. നമ്മൾ പ്രപ്പോസലുകളും അതിൻ്റെ മോണിറ്ററിങ്ങും അതിൻ്റെ നടത്തിപ്പും എല്ലാം കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്ലാന് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു.